8ാമത് മരുതോങ്കര ഫൊറോന ദേവാലയത്തിലെ കൺവെൻഷൻ്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ദൈവാനുഭവമുള്ള ഒരു കൺവെൻഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ചെല്ലുന്ന എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കൺവെൻഷന് അതിൻ്റെ തുടക്കം എന്നാണ്, അത് ആരാണ് ധ്യാനഗുരുക്കന്മാർ, അതിൻ്റെ വചനപ്രഘോഷകർ ആരാണ്, ഞങ്ങളെല്ലാ വർഷവും മുടങ്ങാതെ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരാണ്. ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതുപോലെ തന്നെ ഓരോ കുടുംബാംഗങ്ങളിലും ഞങ്ങളെ സഹോദരിമാരെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കൺവെൻഷൻ ഒരുപാട് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസങ്ങളായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ, ദൈവാനുഭവം, അവർക്ക് ഉണ്ടായ സംഭവങ്ങൾ ഒരുപാട് പേര് ഓരോരുത്തരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 8ാമത് കൺവെൻഷൻ്റെ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ഈ ദേവാലയത്തിൽ വരുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് മരുതോങ്കര കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കൺവെൻഷനാണ്. മരുതോങ്കര ഫൊറോനയിലെ എല്ലാ ഇടവകകളിൽ നിന്നും മിക്കവാറും വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ കൺവെൻഷനിൽ പങ്കുചേരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എത്രയോ ദിവസങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. കാരണം ഇവിടെയുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരിക്കൽ ബഥാനിയയിൽ വരികയുണ്ടായി. ഇവിടെയുള്ള ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനും എന്തുമാത്രം ആയി എന്നൊക്കെ ഒന്ന് പറയുന്നതിനും വേണ്ടി അവരുടെ ആത്മാർത്ഥതയെ ഞാൻ വളരെയേറെ ദൈവനാമത്തിൽ അവരുടെ ആത്മാർത്ഥതയ്ക്ക് നന്ദി പറയുകയാണ്. മദർ തെരേസയോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിതാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആർ യു സക്സസ്ഫുൾ ഇൻ യുവർ മിനിസ്ട്രീസ്? മദറിൻ്റെ ശുശ്രൂഷകളിൽ മദർ വിജയിക്കുന്നുണ്ടോ? മദറിൻ്റെ ഉത്തരം ഇതായിരുന്നു, വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ആത്മാർത്ഥതയോടെയുള്ളതാണ്, വിശ്വസ്തയോടെയുള്ളതാണ്, ഫലം ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഇതാണ്. അതുകൊണ്ട് തന്നെ, കാരണം ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ വളരെയേറെ ആത്മാർത്ഥതയോടെയുള്ളതായിരുന്നു. ഇപ്പോഴും അതേന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീടാന്തരം കയറിയിറങ്ങിയും പ്രാർത്ഥനാ കടലാസുകൾ വിതരണം ചെയ്തും ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകിയും ദിവസങ്ങളോളം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും ഒരു മനസ്സോടെ ഇതിനു വേണ്ടി അധ്വാനിച്ചപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ആ അധ്വാനങ്ങൾക്ക് ഫലം തരാതിരിക്കുമോ? കർത്താവ് തീർച്ചയായിട്ടും അധ്വാനങ്ങൾക്കെല്ലാം ഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കൺവെൻഷന് വേണ്ടി അവരിലൂടെ വന്നതായ ദൈവസ്വരത്തെ സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ഏതെങ്കിലും വിധത്തിലൊക്കെയെങ്കിലും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭ പ്രായശ്ചിത്തത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയൊക്കെ ജീവിത നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിത നവീകരണം എന്ന് പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: ജീവിത നവീകരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആരെയും കണ്ടുകൊണ്ടായിരിക്കരുത് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയണമെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന് നമുക്ക് കഴിയുകയുള്ളൂ. ദൈവം ആരാണെന്നും അവൻ്റെ സ്വഭാവം എന്താണെന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിലേക്ക് തിരിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതല്ലേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു. പിതാവിനെക്കുറിച്ചും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും
അവിടെയുള്ള ദാസന്മാരെ കുറിച്ചും സുഭിക്ഷമായി കഴിയുന്ന കാര്യത്തെക്കുറിച്ചുമുള്ള ഓർമ്മയിലാണ് പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്രൻ തിരിച്ചു നടക്കാൻ തീരുമാനിക്കുന്നത്. തിരിച്ചു നടക്കുന്നത് എപ്പോഴും ഓർമ്മയിൽ നിന്നാണ്, പിതാവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നാണ്, ആ സന്തോഷം അനുഭവിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്നാണ്. അവിടെയുള്ള സുഖം, സൗഭാഗ്യം, സന്തോഷം, അവിടെ ആയിരിക്കുന്നതിൻ്റെ സന്തോഷമെല്ലാം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് അകന്നുപോയ മകൻ തിരിച്ചു പോകാൻ തയ്യാറായത്. ഈ മാനസാന്തരം നമുക്ക് നടക്കണമെങ്കിൽ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ഞാനും നീയും അറിഞ്ഞേ മതിയാവൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം who is God for us. ദൈവം എനിക്കും നിനക്കും ആരാണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അറിഞ്ഞവൻ്റെ അടുക്കിലേക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാവുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊറിന്തോസ് 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യണമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് ദൈവമായ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആരാണ് ദൈവമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിതാവാണ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തിരിച്ചുപോക്ക് സാധ്യമാകണമെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. നമുക്കറിയാമല്ലോ, നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നമ്മൾ 12 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. 12 കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ വിശ്വസിക്കുന്ന എന്തൊക്കെയാണ്. അവിടുത്തെ ഓരോന്നും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ 12ഓളം വിശ്വാസ സത്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ വിശ്വാസ സത്യങ്ങൾ നമുക്കറിയാം, വിശ്വാസ പ്രമാണം ചെല്ലുന്ന അവസരത്തിൽ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചൊല്ലി വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ നിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുണ്ടാകണം, ഈ 12 കൂട്ടവും പറയാനുണ്ടാകണം. എന്നാൽ പെട്ടെന്ന് ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, എന്താണ് നിന്റെ വ്യതിരിക്തത, നിന്റെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം ഏറ്റവും ചുരുങ്ങിയത് 5 വിശ്വാസ സത്യങ്ങളെങ്കിലും. എന്താണ് ഈ 5 എണ്ണം എന്ന് പറയുന്നത്? ഏതാണ് ഈ 5 വിശ്വാസ സത്യങ്ങൾ അറിയാവോ? ഏറ്റവും ചുരുങ്ങിയത് 12 എണ്ണമാണ് ഉള്ളത്. പക്ഷേ 5 എണ്ണമെങ്കിലും നമുക്ക് മറക്കാതെ പറയാനായിട്ട് സാധിക്കണം. ഏതൊക്കെയാണ് ഈ 5 എണ്ണങ്ങൾ? എന്താണ് ഒന്നാമത്തെ വിശ്വാസ സത്യം നമ്മൾ ഏറ്റു പറയുന്നത്? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. മറക്കാൻ പാടില്ല കേട്ടോ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിലെ 12 കാര്യങ്ങളിൽ 5 കാര്യങ്ങളെങ്കിലും നമ്മൾ മറക്കാതെ പഠിച്ചു വെക്കണം. അതിലൊന്നാമത്തതാണ് സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം. ഇനി രണ്ടാമത്തെ വിശ്വാസം എന്താണ്? പുത്രനായ യേശുമിശിഹായിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ വിശ്വാസമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം 1, 2 പുത്രനായ യേശുമിശിഹായിലുള്ള വിശ്വാസം, 3 പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. 3 കഴിഞ്ഞു, ഇനി 2 കൂടെ ഉള്ളൂ. സാർവത്രികവും ശ്ലൈഹികവുമായ സഭയിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ശ്ലൈഹികവും സാർവത്രികവുമായ പരിശുദ്ധവുമായ സഭയിലുള്ള വിശ്വാസം.
ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, മറക്കരുതാത്ത ഒരെണ്ണം, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ ധ്യാനത്തിലൂടെ, കൺവെൻഷനിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഈ അടിസ്ഥാന സത്യങ്ങളെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സഭയിൽ നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ എപ്രകാരം നമ്മൾ ജീവിക്കണം, കുമ്പസാരം എന്ന കൂദാശയിലൂടെ എപ്രകാരമാണ് ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിക്കേണ്ടത്. സഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. അവൻ എഴുന്നേറ്റ് പോയി. വീണവൻ എഴുന്നേൽക്കാതിരിക്കുവോ? വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുവോ? സാധിക്കില്ല. അതുകൊണ്ട് അവൻ എഴുന്നേറ്റു തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി നീങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ തെറ്റിപ്പോയ നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും അത് തിരിച്ചറിയുവാനുമുള്ള ഒരു നിമിഷം, അതിനു വേണ്ടിയാണ് ഈ കൺവെൻഷനിലൂടെ കർത്താവ് നമ്മൾ ഒരുങ്ങുന്നതും കർത്താവ് നമ്മളെ അതിനു വേണ്ടി ഒരുക്കിയെടുത്തതും അതിനു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് പിതാവാണെന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നു? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ ഞാനും നീയും. ആരാ നമുക്കിത് പറഞ്ഞു തന്നത്? ദൈവം സർവശക്തനാണെന്നും ദൈവം പിതാവാണെന്നും ആരാ നമുക്ക് പറഞ്ഞു തന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്കായി വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം കൃത്യമല്ലേ അത്? ദൈവത്തെ ഇന്ന് വരെ ആരും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന്. ആരും കണ്ടിട്ടില്ല. ആരാ കണ്ടിരിക്കുന്ന ദൈവത്തെ? എന്നാൽ വചനം നമ്മളോട് പറയുകയാണ്, ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ദൈവത്തെ നമുക്കായി വെളിപ്പെടുത്തി തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ, അതാണ് ഈശോ മിശിഹ. ആ ഈശോയാണ് ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവം ആരാ? സർവശക്തനായ പിതാവാണ്. എല്ലാ ശക്തികളുടെയും ഉറവിടമായ, എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമായ പിതാവാണ് ദൈവം എന്ന് ഈ ഏകജാതനായ ഈശോ മിശിഹ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹി റിവീൽഡ് ഹു ഗോഡ് ഈസ്. ആരാണ് ഈ ദൈവവുമായിട്ട് ഗാഠബന്ധം പുലർത്തുന്നത്? എങ്ങനെയാണ്? സീറോ മലബാർ കുർബാനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. സീറോ മലബാർ കുർബാനയിലെ വൈദികൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്: ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ്. ഇത് എപ്പോൾ ചെല്ലുന്നതെന്നറിയാവോ? ഓശാന പാടി ജനം ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധനെന്ന് പറഞ്ഞ് പാടിയല്ലേ, ആ സമയത്ത് വൈദികൻ കമിഴ്ന്ന് കടന്ന് താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. നിത്യനായ പുത്ര, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ആ വചനം, ഇതാണ് ഈ പ്രാർത്ഥന. നിത്യനായ പുത്ര, അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം തന്നെ, ഞാനൊരിക്കൽ ഒരു കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ
പിള്ളേരെൻ്റെ അടുത്ത് വന്നു, ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു, യുവാവാണ്, അവൻ എൻ്റെ അടുത്ത് വന്നു. അച്ഛാ സംശയമുണ്ട്, ഒരു സംശയം. കുർബാനയിൽ അച്ഛനൊരു പ്രാർത്ഥന ചെല്ലുന്നത് കണ്ടു, ഞാൻ ആ ബുക്കിൻ്റെ അകത്ത് കണ്ടു. ബുക്കിൽ പ്രാർത്ഥന ഇതാണ്: നിത്യനായ പുത്ര അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്. നിത്യനായ പുത്ര അങ്ങ് വഴി സകലതും സൃഷ്ടിക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ഞാൻ ചോദിച്ചു അതിനെന്താ തെറ്റ്? അവൻ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിളിലെ ആദ്യത്തെ അധ്യായം വായിച്ചു. ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലേ? ദൈവം അരുളി ചെയ്തു പക്ഷി മൃഗാദികൾ ഉണ്ടാകട്ടെ, ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നതാണ്. ദൈവം അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. 9-ാമത്തെ വാക്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. വീണ്ടും 14-ാമത്തെ വാക്യം, ദൈവം അരുളി ചെയ്തു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം വീണ്ടും അരുളി ചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛാ ബൈബിളിൽ വചനത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു ദൈവം സൃഷ്ടികർമ്മം നടത്തി. പിന്നെ എങ്ങനെയാ ഈ യേശുമിശിഹ സൃഷ്ടികർമ്മം നടത്തിയെന്ന് നമ്മൾ പറയുന്നത്? പ്രാർത്ഥനയിൽ എങ്ങനെയുണ്ടല്ലോ അച്ഛനാ, അതിൻ്റെ അർത്ഥം പറയൂ. ശരിയല്ലേ പറഞ്ഞത്? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. 26-ാമത്തെ വാക്യം വരെയും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ, സൂര്യനും ചന്ദ്രനും ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ, എല്ലാം ഉണ്ടായി, ഉണ്ടാകാതിരുന്നുമില്ല. പിന്നെ എങ്ങനെയാ ഈ പുത്രൻ തമ്പുരാൻ സൃഷ്ടികർമ്മം നടത്തുന്നു? പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അവിടെങ്കിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കുള്ളൂ. ദൈവം ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ദൈവത്തിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ആരായി പുത്രൻ തമ്പുരാൻ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത് അറിയാവോ? അറിയാവോ? അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ആദിയിൽ ആരുണ്ടായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എവിടെയായിരുന്നു? വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനം ആരായിരുന്നു? വചനം ദൈവമായിരുന്നു. ഉണ്ടാകട്ടെ എന്ന വചനത്തെ കർത്താവ് എന്ത് ചെയ്തു? കാലസമ്പൂർണതയിൽ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, പൂർവകാലങ്ങളിൽ പിതാക്കന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ പിതാവാണെന്ന് അവരിലൂടെ എല്ലാം പറഞ്ഞു. മലാക്കിയുടെ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെയാണ് എനിക്കുള്ള ബഹുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. ജെറമിയായുടെ പ്രവചനത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ വായിക്കുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഓരോരുത്തരോടും പറഞ്ഞു തന്നു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? മലാക്കിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത്? മലാക്കിയുടെ പ്രവാചകനിലൂടെ കർത്താവ് ചോദിക്കുക, നമുക്കെല്ലാം ഒരേ പിതാവല്ലേ ഉള്ളത്? That God is our father. ദൈവം നമുക്ക് പിതാവാണ്. ജെറമിയയുടെ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നമുക്ക് എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും. 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ഛേദോകരമായ സകല ജനതകളിലേതിലും വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു.
എൻ്റെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് കരുതി. അങ്ങനെ പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് നമ്മോട് പറഞ്ഞു, ദൈവം നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ ഇന്ന് വരെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായ ഈശോ മിശിഹ വന്നിട്ട് പറഞ്ഞു, ദൈവം നമുക്ക് പിതാവാണ്. എനിക്ക് പിതാവാണ്, നിനക്ക് പിതാവാണ്. ദൈവം പിതാവാണ്. ഏത് പിതാ? എങ്ങനെയുള്ള പിതാവാ? സർവശക്തനായ പിതാവാണ്. ദൈവം സർവശക്തനായ പിതാവാണ്. ഹല്ലേലൂയ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന.